വെടിനിർത്തലിന്റെ ആശ്വാസത്തിലാണ് ജമ്മുകാശ്മീർ കുപ്വാരയിലെ അതിർത്തി ഗ്രാമമായ കനബാൾ. പാക് ഷെല്ലാക്രമണത്തിൽ നിന്ന് രക്ഷ നേടാൻ 3 കിലോമീറ്ററിലേറെ വനമേഖലയിലൂടെ ഓടിയ ഗ്രാമവാസികൾ ഭൂരിഭാഗവും തിരിച്ചു വന്നു. ഷെല്ലിന്റെ ചീളുകളേറ്റ് പരിക്കേറ്റലയുന്ന കന്നുകാലികളും തകർന്ന വീടുകളുമായി വേദനിപ്പിക്കുന്ന കാഴ്ചകളുമായിട്ട് ഗ്രാമം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. വടക്കൻ കശ്മീരിലെ കുപ്വാരയിലെ ഘനബാൽ ഗ്രാമമാണിത്. ഇത്തവണ ഇന്ത്യ പാക് സംഘർഷം ആരംഭിച്ച് ആദ്യ ഷെൽ വീണത് ഇവിടെയാണ്. എന്നാൽ ഇതുവരെ അധികൃതരോ മറ്റു മാധ്യമങ്ങളോ ഇവിടെ എത്തിയിട്ടില്ല. ഓപ്പറേഷൻ സിന്ദൂറിന് നിമിഷങ്ങൾക്കകം ഖനബാൾ ഗ്രാമത്തിൽ ആദ്യ ഷെൽ പതിച്ചു. 1971 ശേഷം ഇങ്ങനെയൊരു ആക്രമണം ഉണ്ടായിട്ടില്ലെന്ന് ഗ്രാമവാസികൾ. सर 7 तारीख को जब ऑपरेशन सिंदूर हुआ था, ठीक उसी समय रात के 2 बजे के आसपास यहाँ पे जब शेलिंग हुई तो एक बॉम्ब जो है यहाँ पे आके गिरा सर. रात के 2-2:30 बजे सब लोग छुपे हुए थे, अपने जो ये फ्लोर्स थे अपनी सेफ जगह पे जाके छुपने की कोशिश कर रहे थे कि किसी तरह भी हमारी जो जान है वो बच जाए सर. ഖനബൽ ഗ്രാമത്തിന്റെ 3 വശവും പാക്-അധീന കശ്മീരാൽ ചുറ്റപ്പെട്ടതാണ്. ഏത് സമയവും ഏത് നിമിഷവും ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിലും ഒരു ഷെൽ ഇവിടെ പതിച്ചേക്കാം. അതുകൊണ്ട് തന്നെ സംഘർഷത്തിന്റെ ദിവസങ്ങളിൽ അതീവ ആശങ്കയിലായിരുന്നു ഗ്രാമം. എന്നാൽ ഒരു ബങ്കർ പോലും ഗ്രാമവാസികളുടെ സുരക്ഷയ്ക്ക് ഈ ഗ്രാമത്തിലില്ല. ഈ ഗ്രാമത്തിലുള്ള വീടുകൾ 120 വീടുകളിൽ 98% നിർമ്മിച്ചിരിക്കുന്നത് പരമ്പരാഗത കശ്മീരി രീതിയിലാണ്. ആദ്യ നില പൂർണ്ണമായും മരവും കല്ലും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. കാരണം മഞ്ഞുകാലത്ത് ഏതാണ്ട് 10 അടിയിലേറെ ഉയരത്തിൽ ഇവിടെ മഞ്ഞുവീഴ്ചയുണ്ടാകും. താഴെ നിലയിൽ ഇവർ പശുക്കളെയും മറ്റ് കന്നുകാലികളെയുമാണ് പാർപ്പിക്കാറുള്ളത്. ഈ അറകളാണ് പാകിസ്ഥാന്റെ ഷെല്ലാക്രമണ സമയത്ത് ഈ ഗ്രാമവാസികൾക്ക് രക്ഷയായത്. ബങ്കറുകളായി ഉപയോഗിച്ചത് അവർ ഈ തൊഴുത്തുകളാണ്. മരച്ചുവരുകൾ തുളച്ചെത്തിയ ഷെൽച്ചീളുകളേറ്റ് വീട്ടിൽ ഉറങ്ങിക്കിടന്ന ആളുകൾക്കും കന്നുകാലികൾക്കും പരിക്കേറ്റു. കൃഷിയും കാലിവളർത്തലുമാണ് ഖനബാൽ ഗ്രാമത്തിലെ ജനങ്ങളുടെ പ്രധാന വരുമാന മാർഗം. പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ നിരവധി കന്നുകാലികളാണ് ഈ ഗ്രാമത്തിൽ ചത്തുപോയത്. ഒപ്പം ഷെൽച്ചീളുകളേറ്റ് ഇതുവരെയും ചികിത്സ ലഭിക്കാതെ അലയുന്ന ഇതുപോലുള്ള ഒട്ടേറെ പശുക്കൾ ഈ ഗ്രാമത്തിലുണ്ട്. കുതിരകളടക്കം നിരവധി വളർത്തുമൃഗങ്ങൾ ചത്തുപോയി. കനത്ത ഷെല്ലാക്രമണമുണ്ടായത് അറിയിച്ചിട്ടും വാഹന സൗകര്യമില്ലാത്ത ഗ്രാമത്തിലേക്ക് ആരും ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഷെൽച്ചീളുകൾ പെറുക്കിയെടുത്ത് കളിക്കുകയാണ് കുട്ടികൾ. मैक्सिमम मुझे लगता है 8 से 10 घरों को यहाँ पे नुकसान हुआ है शेल की वजह से. तो 10 स्पॉट पे यहाँ पे हमारे खानाबाल में शेल गिरे हैं सर. आज हमारा स्कूल ओपन हुआ है सर. अभी भी जब हमारे चौकीबाल में प्राइवेट स्कूल में जाने वाले स्टूडेंट हैं, अभी भी मुझे लगता है अभी वो कह रहे हैं कि हम स्कूल पे नहीं जाएंगे क्योंकि हमें 2-3 किलोमीटर चल के जाना है. हो सकता है किस टाइम कुछ भी हो. क्यों कि हमारे सबसे बड़ी प्रॉब्लम सर हमें यहाँ पे रोड नहीं है सर. ഷെല്ലുകളേറ്റ് തുളവീണ ചുവരുകളും മേൽക്കൂരകളുമായി വരുന്ന മഞ്ഞുകാലം എങ്ങനെ അതിജീവിക്കുമെന്ന ആശങ്കയിലാണ് ഇവിടുത്തെ സാധാരണക്കാർ. കുപ്വാരയിലെ ഘനബാൽ ഗ്രാമത്തിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. ബൽറാം, താങ്ക് യു ഫോർ ദ ഗുഡ് റിപ്പോർട്ട്.